അത് തുളയ്ക്കകത്ത് കയറിയില്ല. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. സാനിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ സ്ഥലം കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയം കാണും. നമ്മുടെ അമ്മ വീട്ടിൽ ട്രിവാൻഡ്രത്ത് അമ്പൂരിയിലുള്ളൊരു കുളമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എപ്പോൾ വന്നാലും ഇതിനകത്ത് നിന്ന് ഒരു ഞണ്ടിനെ പിടിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുളത്തിൽ ഞണ്ടുണ്ടോ നോക്കാൻ പോവാണ്. കൈ കൊണ്ടോ കമ്പിക്ക് കുത്തിയോ എങ്ങനെയെങ്കിലും പിടിക്കും നോക്കാം. അങ്ങനെ ഒരു ഞണ്ടിനെ പിടിച്ച് ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ ചുടും. കൊച്ചിലേ തൊട്ട് നമ്മൾ ചെയ്തു വരുന്നത്. അമ്മ വീട് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നതാണ് ഈ കുളവും അതുപോലെ ഞണ്ടുപിടുത്തവും ഞണ്ടിനെ ചൂട്ട് തരുന്നതും. അപ്പോൾ അതിലേക്ക് ഒരു തിരിച്ചു പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുളത്തിനകത്ത് ഞണ്ടുണ്ടോ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് ഞണ്ടിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നത് നമുക്കറിയാം. ഇതിൻ്റെ എല്ലാ പൊത്തുകളിൽ കൂടെ വെള്ളം ഒഴുകുന്ന പൊത്തുകൾ എവിടേക്കുണ്ട് നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതിനിടയ്ക്ക് എല്ലാം പൊത്തുകളുണ്ട്. അതുപോലെ തന്നെ മേളിൽ ഇവിടുന്ന് വെള്ളം ഒഴുകുന്നത് പൊത്തുണ്ട്, അവിടെ വെള്ളം ഒഴുകുന്ന പൊത്തുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് ഈ കപ്പയുടെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞണ്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് കുറച്ച് നേരത്തെ പരിപാടിയാണ്. അപ്പോൾ പയ്യെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴേക്ക് ഉമ്മാരുണ്ടെങ്കിൽ ഉമ്മാർ ആ പൊത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. നമ്മളിവിടെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ആദ്യമേ മൊത്തം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഏതെങ്കിലും ഒരു ഹോളിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് മണ്ണ് പുതിയതായിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് ഞണ്ട് അകത്തുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുങ്ങൾ അകത്തുനിന്ന് കുത്തിയിടുന്നതായിരിക്കും ഞണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. വേണ്ട, ബാക്കി എല്ലായിടത്തെയും അപേക്ഷിച്ച് അതിനകത്ത് ഒരു ചെറിയ മണ്ണ്, പുതിയ മണ്ണ് അകത്തുനിന്ന് കുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞണ്ട് ഉണ്ടാവാനാണ് വഴി. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ ഹോളിലും ആദ്യമേ നോക്കാം കേട്ടോ. ഇന്ത്യയിൽ ഏകദേശം 120 ഇനം ശുദ്ധജല ഞണ്ടുകളുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു പാർട്ടിലാണ്. അപ്പോൾ ഇവ ഈ കല്ലുകളുടെ മുകളിലൊക്കെ വലിഞ്ഞു കയറാൻ പറ്റിയ ഒരു ഗ്രിപ്പുള്ള കാലുകളാണ് ഞണ്ടുകൾക്ക്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി വരുന്ന എല്ലാ സ്ഥലങ്ങളും ഇത് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾ പണ്ട് കുഞ്ഞിലെ ഈ കാണുന്ന എല്ലാ പൊത്തുകളിൽ നിന്നും ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കപ്പ ജസ്റ്റ് ഇട്ട് നോക്കുവാണ്. എനിക്ക് തോന്നുന്നു മക്കളെ ചെറിയ കൂടുകളിലാക്കിയിട്ട് അപ്പനും അമ്മയും വലിയ പൊത്തുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കുഞ്ഞത് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഞണ്ടിനെ പിടിച്ചിരിക്കുകയാണ്. സാധനം നിന്നെ ഞണ്ടിനെ കൊണ്ട് പഠിപ്പിക്കണോ? വേദന അറിയടി. ഇതുണ്ടോ, ചെറുതാണ് കേട്ടോ. ഇവ കടിച്ചാലും വലിയ വേദനയില്ല. വേണമെങ്കിൽ ഇവനെ കൊണ്ട് കടിപ്പിച്ച് നോക്കാം. ഉണ്ടല്ലോ, അവൻ കടിക്കത്തില്ല. ഇത്രയും ചെറുത് കടിക്കത്തില്ല. ഇതുണ്ടോ, നമ്മുടെ കുളത്തിലും ആറ്റിലും ഇങ്ങനത്തെ കല്ലുള്ള തോടുകളിലൊക്കെ കാണപ്പെടുന്ന ചെറിയ പീക്കിൽ ഞണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനെ എന്നാണ് നമുക്ക് റിലീസ് ചെയ്യാം. പുള്ളി പോയി വളർന്ന് വലുതായിട്ട് വരട്ടെ. നമുക്ക് എന്താണെങ്കിലും ഒരെണ്ണത്തിന് ചൂടണം. അപ്പം പുള്ളിനെ നമുക്ക് പുള്ളിയുടെ വീടിൻ്റെ അടുത്തോട്ട് തന്നെ വിടാം. അപ്പം ഞണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് അവനെ അങ്ങോട്ട് തന്നെ വിടാം. ഓക്കെ, പുള്ളി പുള്ളിയുടെ സെയിം പൊത്തിപ്പോയി കയറിയിട്ടുണ്ട്. നമ്മുടെ ഊഹം കറക്റ്റ്. നമ്മൾ ആദ്യമേ അവിടെ ഇട്ടപ്പോഴേക്ക് ഞണ്ട് അനങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അവിടെ ഞണ്ട് അനങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവനെ എങ്ങനെയെങ്കിലും പിടിക്കാം. പിടിച്ചു ഇറങ്ങി വരുന്നില്ലടി. വരുന്നുണ്ട്. അയ്യോ, അത് പിടി വിട്ടുപോയി. എടുത്തടി. അയ്യോ, കടിച്ചു കാണിച്ച്. ചെറുതായോണ്ട് വലിയ വേദനയില്ല കേട്ടോ. ഇനി ഇപ്പൊ ഇൻകേസ് നമ്മുടെ കയ്യിൽ ഞണ്ട് കടിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. കാണിച്ചുതരാം. നമ്മൾ പിടിക്കുന്തോറും പുള്ളി ബലം കൂട്ടും. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് വിട്ടേക്കുവാണെങ്കിൽ തന്നെ ഇത് കണ്ടോ, കടിച്ച സ്ഥലം കണ്ട മുറിഞ്ഞില്ല. അത്രയ്ക്ക് വലുതായിരുന്നു പറഞ്ഞാനിപ്പം. അപ്പൊ നമ്മൾ പിടിഞ്ഞുണ്ട് കേട്ടോ. നമ്മളിതിനെ ചുടാൻ പോവാണ്. ഇവിടെ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഒരു ഞണ്ടിനെ പിടിച്ച് ചുടുന്ന. അതുകൊണ്ട് ഇവനെ നമ്മൾ ചുടാൻ പോവാണ്. മതി ബാ. നമ്മളിതേ കുറച്ച് വിറകൊക്കെ എടുത്തോണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞണ്ടിനെ പയ്യെ ചുടാൻ പോവാണ് കേട്ടോ. ചുടുന്ന സ്ഥലം കാണിച്ചു തരാം. ഇതേ വിറകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്.
പണ്ടത്തെ നമ്മുടെ അലക്കുകലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇട്ടാണ് ഞണ്ടിനെ ചുടുന്നത്. അതിന് മുമ്പ് നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ഇപ്പം ഇവിടും ചോദിച്ചു ഇത് എങ്ങനെയാണ് കൊല്ലുന്നത്. ഞണ്ടിനെ എങ്ങനെയാണ് കൊല്ലുന്നത്? ഞണ്ടിനെ വേറെ രീതിയിലും കൊല്ലാൻ പറ്റില്ല. നമുക്ക് വല്ല കോഴി ഇടുന്നെങ്കിൽ അതിൻ്റെ കഴുത്ത് കണ്ടിച്ച് കളഞ്ഞ് കൊല്ലായിരുന്നു. ഞണ്ടിനെ അങ്ങനെ കൊല്ലുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകണം, ഈ കമ്പിയും കുത്തും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ചത്തു പോയിക്കോളും. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ ഞണ്ടിനെ ജീവനോടെയാണ് ചുട്ടത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞണ്ടിനെ ജീവനോടെ ചുട്ടത് വലിയ പ്രശ്നമായി പോയി, അങ്ങനെ ചുടാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞണ്ടിനെ കൊല്ലാനായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ല. ചത്ത് കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ കമ്പിയും കുത്താം. അപ്പം ഇത് കാണാനായിട്ട് അത്ര വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർ ഒന്ന് ജസ്റ്റ് കണ്ണടച്ചു. എന്താ നമ്മൾ കുത്തുവാണ്, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇതൊന്ന് കഴുകണമല്ലോ. പിന്നെ കുറേ ആൾക്കാർ ഈ ജീവികളെ കൊല്ലുമ്പോഴൊക്കെ വലിയ കമൻ്റൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ജീവികളെയാണെങ്കിലും ജീവനോടെ കൊല്ലാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ജീവികളല്ല. കോഴിയാണെങ്കിൽ പോലും കഴുത്ത് മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് അത് പിടയ്ക്കും. അത് കോഴിനെ മേടിക്കാൻ പോകുന്ന ആൾക്കാർക്കറിയാം. ഇതൊന്നും കഴിക്കാത്ത ആൾക്കാരാണെന്ന് കമൻറ്റ് ചെയ്യുന്ന പ്രശ്നം. ഇതെല്ലാം കഴിച്ചിട്ടാണ് ഇവിടെ ഒന്ന് വലിയ കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഞണ്ടിനെ ഇവിടെ കുത്തി നിർത്തണം കേട്ടോ. കുറച്ച് കേട്ടോ നമുക്ക് തിരിച്ചു വെച്ചാൽ ഊരി പോകും. അതവിടെ ഇരിക്കട്ടെ, നമുക്കിനി പയ്യെ തീ കത്തിക്കാം. ഓക്കെ, അറിഞ്ഞുകൊണ്ട് നീ കത്തിക്കാതിരിക്കരുത്. പെർഫെക്റ്റ്. ഓ, ബുദ്ധിപൂർവമായ നീക്കം സാനി. അല്ല, വിറക് കത്തിയില്ലെങ്കിൽ തീ പിടിക്കത്തില്ല. ഇപ്പം നമ്മുടെ തീയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞണ്ടിനെ ഇപ്രാവശ്യം കൊന്നില്ല എന്നാലും പറയരുത്, ഞണ്ടിനെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്. പക്ഷെ ഞണ്ടിനെ ഇങ്ങനെ വന്നാലും അങ്ങനെ വന്നാലും എല്ലാം സെയിം ആയിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പയ്യെ ചൂടാൻ കേട്ടോ. സാനി റെഡിയല്ലേ? അപ്പോൾ നമ്മൾ തീക്ക് അതിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. കേട്ടല്ലോ, കാലിനകത്ത് തീക്ക് അത് കാണിച്ച് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. പല ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഇങ്ങനെ കഴിക്കുന്നത് ഇതിന് വല്ല ടേസ്റ്റ് ഉണ്ടോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഴിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് കൊച്ചിലത്തെ നമ്മുടെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അന്ന് ടേസ്റ്റ് ഒന്നുമല്ല, ഇതെല്ലാം ഒരു എന്നാ പറയുന്നത്, ഒരു മാൻ വേഴ്സസ് വൈൽഡ് കണ്ടിട്ടില്ലേ? അവനത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പുള്ളിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഇഷ്ടം പോലെ ബിരിയാണി കഴിക്കാം. പക്ഷേ പുള്ളി അത് ചെയ്യത്തില്ല. പുള്ളി ഒക്കെ അതൊരു ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ താല്പര്യം, അത്രേ ഉള്ളൂ. ഒന്നും ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല. ടേസ്റ്റ് ആണെങ്കിൽ വീട്ടിൽ വേണ്ട കപ്പയും ബീഫും ഉണ്ടാക്കി വെച്ചിരുന്നു, അത് പോയി കഴിച്ചാൽ മതി. ഇതിന് മേടിക്ക് നമുക്ക് തിന്നുന്നതിന് മുമ്പ് തേച്ചാൽ പോരെ? കാല് തിന്നോ നീ? അതെവിടെ നേടി? ഗൈസ്, കാല് ഓൾറെഡി അവള് തിന്നാൻ തുടങ്ങി കേട്ടോ. കാലൊക്കെയായോ? ഇത് മതിയോ? അപ്പൊ നമ്മള് ഒരു ഇച്ചിരി ഉപ്പ് നീരങ്ങ് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് സെറ്റാക്കാം. അതിന് കഴിയാണെങ്കിൽ ഇവിടെ ഒഴിക്കാം അല്ലേ? ഇച്ചിരി പോരടി, ഒരു തുള്ളി, 2 തുള്ളി മതിയല്ലേ? കാലിനടക്കി വെച്ചിട്ടേക്കാം. നമ്മുടെ എല്ലാ ഭാഗത്തും പിടിക്കത്തില്ല അവിടെ. അത് മതി, ഇച്ചിരി മതി. അപ്പൊ ആദ്യം ആരാ ടേസ്റ്റ് ചെയ്യുന്നത്? സാനി ചേട്ടായി. ഇച്ചിരി ഉള്ളു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നല്ല മുട്ട ഞണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്തെ തോടങ്ങ് പൊളിച്ച് മാറ്റുക. അതിൻ്റെ കൂട്ടത്തിൽ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ പോയി കേട്ടല്ലോ, കാണിക്കുന്നില്ല, എല്ലാം പോയി കൃത്യം. ഓക്കെ, ഇനി ഇതിൻ്റെ കഴിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ഇതാണ് കേട്ടോ. ഇത് രണ്ടും ഫ്ലഷാണ്. അപ്പോൾ നമുക്ക് ഈ വാഴയുടെ ഇതും കൂടി എടുത്ത് കളയാം. എന്നിട്ട് പകുതി ഇനി ഞങ്ങൾ പകുതിയാക്കാൻ പോവാണ്. പകുതിയാക്കാം. റെഡി? ഓ, കൃത്യം ഒരു പകുതി സാനിക്കും. ആ, ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഒരു റോ ടേസ്റ്റ്. പച്ചയ്ക്ക് ചോദിച്ചാൽ ഒരു ചെറിയ മധുരമുണ്ട് കേട്ടോ, അല്ലേ? മധുരമുണ്ട്. അത് ശരിയാണല്ലോ. ഒന്നും കളയാനില്ല. നോക്കിയേ, അവിടെ നിന്നൊന്നും കളയാനില്ല. അത് ഇത് മാത്രമേ ഉള്ളൂ, ഫ്രഷ് മാത്രമേ ഉള്ളൂ. വയറ് കളഞ്ഞു നോക്കിയേ. അത് വയറാണോ? അത് കളഞ്ഞു. മധുരമുണ്ടോ? ഇല്ല. ചെറിയൊരു മധുരം ഇല്ലായിരുന്നോ? എനിക്ക് ചെറിയൊരു മധുരം തോന്നിയിട്ട്. പക്ഷെ നല്ല ഉപ്പ് പിടിച്ചോത്തോട്ട് അല്ലേ? കറക്റ്റ് അല്ലേ ഉപ്പ്? കൂടുതലൊന്നും ഇല്ലോ.
അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, നമ്മുടെ സ്ഥലമൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ നമ്മൾ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്നത് ഫിഷിംഗ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. പിന്നെ ഇതുപോലത്തെ വീഡിയോസും മീൻ പിടുത്തവും ചെറിയ ഞണ്ട് പിടുത്തവും അതിനെ ചുട്ട് കഴിക്കുന്നതൊന്നും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെബിൻ ആൻഡ് സാനി. ഉപ്പുണ്ടോടി? മോഡ് മാറ്റിയിടുക, ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടിട്ട് അതേപോലെ വെച്ചിട്ട് പോവുക. ഫോണിൽ ചാർജ് വെക്കാൻ പറഞ്ഞാൽ ചാർജ് വെച്ചിട്ട് സ്വിച്ച് ഇടാതിരിക്കുക. അങ്ങനെ